രാജ്യത്തെ RSSന്റെയും BJPയുടെയും അജണ്ട ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി തുറന്നു കാണിച്ച രാജ്യത്തെ RSSും BJPയും ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന നേതാവാര് എന്ന ചോദ്യത്തിന് ഉത്തരം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്ന് തന്നെയാണ്. 2019 മുമ്പുള്ള അല്ലെങ്കിൽ ഭാരത് ജോഡോയ്ക്ക് മുമ്പുള്ള രാഹുൽ ഗാന്ധിയും അതിനുശേഷമുള്ള രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. രാഹുൽ ഗാന്ധി BJPയേക്കാൾ ഉപരി RSSനെ തന്റെ ശത്രുവായി പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായി നിരവധി കേസുകൾ, അപകീർത്തി കേസുകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഡൽഹിയിൽ ഭരണപക്ഷ പ്രതിപക്ഷ MPമാർ തമ്മിൽ പാർലമെന്റിന്റെ പരിസരത്തുണ്ടായ കയ്യാങ്കളിയുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു കോടതിയെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ കൂടുതൽ നിയമക്കുരുക്കിൽപ്പെടുത്താനുള്ള ഒരു നീക്കവുമായി സംഘപരിവാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ബറേലിയിലെ ജില്ലാ കോടതി രാഹുൽ ഗാന്ധിക്ക് ജനുവരി 7-ന് കോടതിയിൽ കർശനമായി ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ നോട്ടീസ് നൽകാനുണ്ടായ കാരണം അവിടെ സമർപ്പിക്കപ്പെട്ട ഒരു ഹർജിയാണ്. പങ്കജ് പഥക് എന്ന വ്യക്തി നൽകിയ ഹർജി. അതിൽ അദ്ദേഹം ആരോപിക്കുന്നത് 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നടത്തിയ ജാതി സെൻസസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ രാജ്യത്ത് ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമിടുക എന്ന ലക്ഷ്യത്തോടെയുള്ളതായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത, ഇതേ ഹർജി, പങ്കജ് പഥക് എന്ന വ്യക്തിയുടെ ഇതേ ഹർജി നേരത്തെ ഉത്തർപ്രദേശിലെ തന്നെ MPമാർക്കും MLAമാർക്കും എതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഹർജിയാണ്. അതേ ഹർജി തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ബറേലിയിലെ ജില്ലാ കോടതി അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും എല്ലാ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും രാജ്യത്തൊരു ജാതി സെൻസസ് അനിവാര്യമാണെന്ന് ദേശീയ പാർട്ടികളായ ഭൂരിപക്ഷം ദേശീയ പാർട്ടികൾ, അതായത് കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അങ്ങനെ ബഹുഭൂരിപക്ഷം ദേശീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തൊരു ജാതി സെൻസസ് നടപ്പാക്കണമെന്ന്. ജാതി സെൻസസിന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വക്താവായി രാഹുൽ ഗാന്ധി മാറുന്നതും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കണ്ടിരുന്നു. ആ ജാതി സെൻസസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഏത് ജാതി സെൻസസ്? 2023 തന്നെ ബീഹാർ എന്ന സംസ്ഥാനം നടപ്പാക്കിയ ജാതി സെൻസസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ അത് വിഭജനം അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് MPമാർക്കും MLAമാർക്കുമുള്ള കോടതി തള്ളിക്കളഞ്ഞൊരു ഹർജി ഒരു പരിഗണനയും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഒരു ജില്ലാ കോടതി പരിഗണിക്കുക എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നു. എന്തായാലും ഇതിനെല്ലാമുള്ള ഉത്തരം RSSും BJPയും ജാതി സെൻസസ് എന്ന വസ്തുതയെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ ഭയപ്പെടുന്നു എന്നത് തന്നെയാണ്. ജാതി സെൻസസിനെ RSS ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അത് ആവർത്തിച്ചുന്നയിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥ അത് എല്ലാ തലത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭീകരമായ അവസ്ഥ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല തുറന്നുകാട്ടൽ നടത്തിയത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം നിർമ്മല സീതാരാമന്റെ ഒരു ചിത്രം ഉയർത്തി കാണിച്ചിരുന്നു. ആ ചിത്രം നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി നടത്തിയ ഹൽവ ആഘോഷത്തിന്റെ ചിത്രമായിരുന്നു. ആ ചിത്രത്തിൽ നിർമ്മല സീതാരാമനൊപ്പം കോട്ടും സ്യൂട്ടും ധരിച്ച് നിൽക്കുന്നത് മുഴുവൻ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദമായിരുന്നു. അതായത് ചീഫ് സെക്രട്ടറിമാർ, വിവിധ വകുപ്പുകളുടെ ചീഫ് സെക്രട്ടറിമാർ. അതിൽ ഒരാൾ പോലും OBC, SC, ST ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നില്ല എന്ന വസ്തുത പാർലമെന്റിൽ ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ച ഏക നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. നമുക്കറിയാവുന്ന പോലെ രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എന്ന വിഷയം ഏറ്റെടുത്തതിന് ശേഷം രാഹുൽ ഗാന്ധിയെ ഒരു ഭയത്തോടെ BJP ക്യാമ്പ് നോക്കിക്കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2019 ശേഷമാണ് രാഹുൽ ഗാന്ധി RSSനെ തന്റെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുന്നത്. അന്ന് മുതലാണ് രാഹുൽ ഗാന്ധിക്കെതിരായ കേസുകളുടെ പെരുമഴയും ആരംഭിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. 2 അപകീർത്തി കേസുകളാണ് RSSനെ അപകീർത്തിപ്പെടുത്തി എന്ന പേരിൽ രാഹുൽ ഗാന്ധി നേരിടുന്നത്. ഒന്ന് മഹാരാഷ്ട്രയിൽ, മറ്റൊന്ന് ആസാമിൽ. ഇതിനു പുറമെ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന BJP നേതാവ് നൽകിയ നാഷണൽ ഹെറാൾഡ് കേസ് ഡൽഹിയിലെ കോടതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ നിരവധി കേസുകൾ ഗുജറാത്തിലടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പല കേസുകളുടെയും അടിസ്ഥാനമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവയൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയെ കൂടുതൽ കുരുക്കിലാക്കാൻ BJP തയ്യാറെടുക്കുകയാണ്. ഇത്തവണ ഉത്തർപ്രദേശിലെ ബറേലിയിലെ ഒരു ജില്ലാ കോടതി ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധിയെ കൂടുതൽ നിയമക്കുരുക്കിലാക്കാനുള്ള BJP നീക്കം തകൃതിയായി നടക്കുന്നത്. നേരത്തെ പാർലമെന്റിൽ നടന്ന സംഘർഷത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്കെതിരെ 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തി ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നടപടി എന്ന് കൂടി വ്യക്തമാകുന്നതോടെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ BJPയും RSSും വല്ലാതെ ഭയക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.